സിദ്ധാർത്ഥന്റെ മരണത്തിനു മുമ്പും പൂക്കോട് കോളേജിൽ റാഗിംഗ് നടന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിനു മുമ്പ് മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി ആൾക്കൂട്ട വിചാരണ നേരിട്ടെന്ന കണ്ടെത്തലിൽ നടപടിയുമായി പൂക്കോട് വെറ്റിനറി കോളേജ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 വിദ്യാർത്ഥികൾക്കെതിരെ ആന്റി റാഗിംഗ് സ്ക്വാഡ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തപ്പോഴാണ് സമാന ആൾക്കൂട്ട വിചാരണ പുറത്തറിഞ്ഞത്. സിദ്ധാർത്ഥൻ നേരിട്ട ആൾക്കൂട്ട വിചാരണയും സമാനതകളില്ലാത്ത ക്രൂരതയും ഒറ്റപ്പെട്ടതല്ല. 2019-21 ബാച്ചുകളിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ കൂടി ആൾക്കൂട്ട വിചാരണ നേരിട്ടെന്ന വിവരം ആന്റി റാഗിംഗ് സ്ക്വാഡ് പരിശോധിച്ചു. വിശദമായ അന്വേഷണത്തിന് ശേഷം 13 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു ഈ 2 ആൾക്കൂട്ട വിചാരണയും. SFI കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസ്ഥാനത്തുള്ളത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചവർ പഠനം പൂർത്തിയാക്കി ഇന്റേൺഷിപ്പിലാണ്. ഇവരിൽ 4 പേർക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് വിലക്ക് ഏർപ്പെടുത്തി. 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കി. 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച 4 പേർക്കെതിരെയും നടപടിയുണ്ട്. 2 പേർക്ക് 1 വർഷത്തെ സസ്പെൻഷൻ, മറ്റ് 2 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കി. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ തുടരന്വേഷണത്തിനായി പോലീസ് കൈമാറും. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിനിടെ ഒരു അധ്യാപകന് ലഭിച്ച വിവരം പരാതിയായി അദ്ദേഹം കോളേജ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും ക്രൂരമർദ്ദനമുറകൾ പൂക്കോട്ടെ ഇടിമുറികളിൽ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവർത്തനമാണ് സിദ്ധാർത്ഥന്റെ ജീവനെടുത്തത്. ഇതിനു ശേഷമാണ് പഴയ ക്രൂരതകൾ പുറത്തു വരുന്നത്.